നിങ്ങൾ ഒരു മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് റിപ്പോർട്ട് കാണുന്നു. അതിൽ നിങ്ങൾക്ക് ബൈറാഡ്സ് 4 എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആകുന്നു. അങ്ങനെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയാകുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈറാഡ്സ് 1, 2, 3, 4, 5, 6 എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് കഴിഞ്ഞ് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ബ്രസ്റ്റ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മാമോഗ്രഫി ചെയ്തതിന് ശേഷം പല രീതിയിലും പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ റേഡിയോളജി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബൈറാഡ്സ്. ഇത് 0 മുതൽ 6 വരെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിൽ ഓരോ നമ്പർ അനുസരിച്ച് തുടർന്ന് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ തുടർന്ന് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള യൂണിഫോം സിസ്റ്റത്തിനാണ് ബൈറാഡ്സ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഇതിൽ എത്ര സംശയകരമായ രീതിയിലാണ് നമ്മുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടെങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സൂചകമാണ് ബൈറാഡ്സ്. ഇനി നമ്മൾ ബൈറാഡ്സ് 0 എന്ന് പറയുന്നത് നമ്മളെ സ്കാനിങ് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വീണ്ടും സ്കാൻ ചെയ്യണം എന്ന് വെച്ച് അത് ക്യാൻസർ ആണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കാൻ വിത്തിൻ ഒരു ആഴ്ചക്കുള്ളിൽ നമ്മൾ തിരിച്ച് വീണ്ടും ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. അതുപോലെ തന്നെ ബൈറാഡ്സ് 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ എന്നുള്ളതാണ്. അതിന് നമ്മൾ തിരിച്ച് നമ്മൾ ഭയപ്പെടാനുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായും വർഷം നമ്മൾ മാമോഗ്രഫി റിപ്പീറ്റ് ചെയ്യണമെന്നുള്ള മെസ്സേജ് മാത്രമാണ് അത് തരുന്നത്. ബൈറാഡ്സ് 2 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈറാഡ്സ് 2 സാധാരണഗതിയിൽ തുടർന്ന് ഒന്നും ചെയ്യണമെന്നില്ല. നമുക്ക് പേടിക്കാനുള്ളതായിട്ടുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധ്യതകളുമില്ല. ഇനി ബൈറാഡ്സ് 3 എന്ന് പറയുന്നത് 2% താഴെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഏത് സൈഡിലാണോ ബൈറാഡ്സ് 3 എന്ന് കാണിക്കുന്നത് അതേ ഭാഗം 6 മാസത്തിന് സ്കാൻ ചെയ്ത് വീണ്ടും സ്കാനിങ് ചെയ്ത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തുടർന്ന് ബയോപ്സിയിലേക്ക് നീങ്ങുകയും ചെയ്യണം. നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമായ രീതിയിലുള്ള ഒന്നും ബൈറാഡ്സ് 3 ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരി. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ബൈറാഡ്സ് 1, 2, 3 ഇവക്ക് സാധാരണഗതിയിൽ ബയോപ്സിയുടെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈറാഡ്സ് 4 എന്നുള്ളതാണ്. ബൈറാഡ്സ് 4ന്റെ പ്രത്യേകത ഇതിനെ A-B-C എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ബൈറാഡ്സ് 4A എന്ന് പറയുന്നത് 2 മുതൽ 10% വരെ ക്യാൻസറിന് സാധ്യതയുണ്ട്. അതുപോലെ ബൈറാഡ്സ് 4B എന്ന് പറയുന്നത് 10 മുതൽ 50% വരെയും, അതുപോലെ തന്നെ ബൈറാഡ്സ് 4C എന്ന് പറയുന്നത് 50 മുതൽ 95% വരെയും ക്യാൻസറിന് സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൈറാഡ്സ് 4ൽ ബൈറാഡ്സ് 3 വരെ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം ബൈറാഡ്സ് 4 നിർബന്ധമായും നമ്മൾ ബയോപ്സി എടുക്കേണ്ടത്. സാധാരണഗതിയിൽ മുന്നേ നമ്മൾ FNAC എന്ന് പറയുന്ന വളരെ ചെറിയ സൂചി കൊണ്ടുള്ള പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്കേഴ്സ് ER, PR, HER2 തുടങ്ങിയുള്ള മാർക്കേഴ്സും ക്യാൻസർ ആണെങ്കിൽ ഏത് ടൈപ്പാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ നമുക്ക് ഇന്ന് ഒരിക്കലും FNAC അല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ട്രൂ കട്ട് ബയോപ്സി, ചിത്രത്തിൽ കാണുന്നത് പോലെ ട്രൂ കട്ട് ഗൺ ഉപയോഗിച്ച് ബയോപ്സി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി കോശങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത് കൊണ്ട് നിർബന്ധമായും ട്രൂ കട്ട് ബയോപ്സിയാണ് ഇന്ന് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ബൈറാഡ്സ് 4 എന്ന് പറയുന്നത് ബയോപ്സി എടുക്കണമെന്ന് നമ്മൾ പറയുമെങ്കിലും എല്ലാം ക്യാൻസർ ആണ് എന്ന് അതിലില്ല. നമുക്ക് എന്താണ് നമ്മുടെ അസുഖം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത്. ബയോപ്സി എടുക്കണമെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സാധാരണഗതിയിൽ ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ തൊലിയിൽ ചെറിയ രീതിയിലുള്ള അനസ്തീഷ്യ തന്നതിന് ശേഷം മാത്രമാണ് ബയോപ്സി എടുക്കുന്നത്. അതൊരു വേദനയേറിയ പ്രൊസീജിയറോ മറ്റുള്ള ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ അത് ക്യാൻസർ ആണെങ്കിൽ തന്നെ ക്യാൻസർ പടർത്താനുള്ള സാധ്യതകൾ ഉള്ളതോ അല്ല എന്നുള്ളത് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ബൈറാഡ്സ് 5 എന്ന് പറയുന്നത് നമ്മൾ ബയോപ്സി ഇമ്മീഡിയറ്റ്ലി എടുക്കണം എന്നുള്ളതാണ്. ക്യാൻസറിനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ അടുത്ത മാസം വരെ നമ്മൾ ടെൻഷൻ അടിച്ച് ചിന്തിച്ച് മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് നീട്ടി കൊണ്ടുപോകാതെ അറ്റ്ലീസ്റ്റ് വിത്തിൻ 1 വീക്ക് ബയോപ്സി എടുക്കേണ്ടതാണ്. ബയോപ്സി റിപ്പോർട്ട് യൂഷ്വലി ഒരു 5 to 10 days 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ബയോപ്സി റിപ്പോർട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ബയോപ്സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്കൊരു സിമ്പിൾ ആക്ഷൻ ഗൈഡ് ആയി പറയുകയാണെങ്കിൽ ബൈറാഡ്സ് 0 നമ്മൾ ഉടനെ അറ്റ്ലീസ്റ്റ് വിത്തിൻ 1 വീക്ക് നമ്മൾ സ്കാൻ റിപ്പീറ്റ് ചെയ്യണം. ബൈറാഡ്സ് 1, 2 നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സ്കാൻ 1 ഇയർ അടുത്ത വർഷത്തിനുള്ളിൽ നമ്മൾ അടുത്ത സ്കാൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബൈറാഡ്സ് 3 എന്ന് പറയുന്നത് നമ്മൾ 6 മാസത്തിനുള്ളിൽ ഏത് ഭാഗത്താണോ ബൈറാഡ്സ് 3 എന്ന് കാണിക്കുന്നത് ആ ഭാഗം വീണ്ടും മാമോഗ്രഫി ചെയ്യേണ്ടതാണ്. ബൈറാഡ്സ് 3 വരെ നമ്മൾ ബയോപ്സി എടുക്കേണ്ടതിൻ്റെ ആവശ്യകത
സാധ്യത ഇല്ല. അതുപോലെ ബൈറാഡ്സ് 4 നമ്മൾ ബയോപ്സി എടുക്കേണ്ട നിർബന്ധമാണ്. ബൈറാഡ്സ് 5, 6 ക്യാൻസറിന് സാധ്യതകൾ കൂടുതലാണ്. 6 ഓൾറെഡി പ്രൂവൺ ക്യാൻസർ ആണ്. നമുക്ക് അതിനുശേഷം നമ്മൾ ഓങ്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് മെഡിക്കൽ ജാർഗണുകൾ കണ്ട് കൺഫ്യൂഷൻ ആവുന്നതിന് പകരം നമുക്ക് എന്താണ് നമ്മളിൽ വരാൻ പോകുന്നത്, തുടർന്ന് എന്താണ് ചെയ്യാനുള്ളത് എന്നറിയുന്ന ഒരു പേഷ്യൻ്റ് ആയി മാറാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ള ശരിയായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അറിവും നമുക്ക് ബൈറാഡ്സ് മനസ്സിലാക്കുന്നത് കൊണ്ട് മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. ബൈറാഡ്സിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.